പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രകാശനോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ പ്രകാശൻ, എന്താണ് ഈ കേസിന്റെ ഹിസ്റ്ററി എന്ന് പറയാമോ? ഇദ്ദേഹം ഒരു മാനസിക വൈകല്യമുള്ള ആളാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 5 വർഷം മുൻപാണ് ഒരു വീട്ടിന്റെ മുൻപിലുള്ള ഒരു സ്ത്രീയെ ഇതേപോലെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിന് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ച് കോടതി ജാമ്യം എടുക്കാൻ ആരുമില്ല. 4 വർഷം കഴിഞ്ഞപ്പോൾ അയാളെ ജാമ്യത്തിൽ വിട്ടതാണ്. ഇപ്പോൾ അന്ന് വെട്ടിക്കൊന്ന ആളുടെ ഭർത്താവിനെയും ആ ഭർത്താവിന്റെ അമ്മയെയും ഇന്ന് 1 മണിക്കൂർ മുൻപ് വെട്ടിക്കൊലപ്പെടുത്താനുണ്ടായത്. ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ കടന്നു കളഞ്ഞു. ഇയാൾ കടന്നു കളഞ്ഞു. എവിടേക്ക് പോയെന്നറിയില്ല. പോലീസ് അന്വേഷണമാണ്, നാട്ടുകാർ അന്വേഷണമാണ്. ഈ മരിച്ച 2 പേർ ഏത് പ്രായത്തിലുള്ളവരാണ്? ഒരു സുധാകരനാണ് മരിച്ചത്. സുധാകരൻ എത്ര വയസ്സാണ്? സുധാകരൻ ഒരു 50 വയസ്സ്. 50 താഴെ. ഒരു ലക്ഷ്മി പറഞ്ഞ ആൾക്ക് ഒരു 60 വയസ്സ് കഴിഞ്ഞു. ഇവര് നെയ്ബേഴ്സ് ആയിരുന്നു, വളരെ അടുത്ത് താമസിക്കുന്ന ആളുകൾ. അടുത്ത വീടുകളാണ്, വേലിയും വലിയ. പരസ്പരം ഉണ്ടായ എന്തോ തർക്കമാണ്. എന്റെ തർക്കമല്ല, പണ്ട് സുധാകരന്റെ ഭാര്യനെ വിഭം കൊന്ന സജിത പറഞ്ഞ ആളിനെ കൊന്നു. 2019 കൊന്നു. അല്ല, അന്നത്തെ ആ സംഭവത്തിന്റെ കാരണം എന്തായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്? അവനൊരു മാനസിക വിഭ്രാന്തി പോലെ കാണുന്ന മാനസിക രോഗമില്ല. ആരോടും മിണ്ടില്ല, ആരോടും സംസാരിക്കില്ല. അവൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കും. ഭാര്യയും മക്കളെ അടക്കാൻ തല്ലി ഓടിച്ച്, പിന്നെ കള്ളുകൂടിയും പിന്നെ ഇതൊക്കെ ഉണ്ട്. അവര് വീട്ടിലായിരുന്നു. അവന്റെ മുൻപിൽ കാണുമ്പോ നിന്നെ കൊല്ലും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പറയാം. അതൊക്കെ ഒരു രസം രൂപത്തിലാണ് എടുത്ത്. പക്ഷെ അന്ന് 2019 ആ സ്ത്രീയെ കൊലപ്പെടുത്തി. അതിനുശേഷം ഇപ്പൊ ജാമ്യത്തിലിറങ്ങി 2 മാസം ഇവിടെ. ഇപ്പോ ഇന്ന് കാലത്ത് നിർഭാഗ്യകരമായി അയാളുടെ അന്ന് മരിച്ച ആളുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും ഇന്ന് കൊലപ്പെടുത്തി അവൻ മുങ്ങിയിരിക്കുകയാണ്. ഇപ്പോ പ്രദേശത്താകെപ്പാടെ ഒരു ഭീതിയുണ്ട്. വലിയ ഭീതി. താങ്ക് യു ശ്രീ പ്രകാശൻ, താങ്കൾ